ചെല്ലപ്പൻ ചേട്ടാ തന്നെ ആ കോന്നത്ത് ഗോപാലൻ അന്വേഷിച്ചത് ഉള്ളതാ പടിഞ്ഞാറേ നടയിൽ വെച്ച് ഗോപാലൻ ചേട്ടാ എന്നോടും ചോദിച്ചു, അമ്പലപ്പുഴ രാജപ്പ നീ ചെല്ലപ്പനെ കണ്ടോടാ എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല. സിനിമയ്ക്ക് മറ്റോ പോകാനായിരിക്കും. ഇപ്പൊ ഒരു ഫസ്റ്റ് ക്ലാസ് സിനിമ വന്നിട്ടുണ്ട്, CID 342. ഗോപാലനെ ഒരു കുളം കുഴിക്കാനായിട്ട് കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ജോലിക്കോ വല്ലോ ആയിരിക്കും ചെലപ്പനെ വിളിച്ചത്. ഓ, ജോലിക്ക് പോകാനൊന്നും ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ചെലപ്പൻ ചേട്ടന്റെ ഭാര്യയോട് പറഞ്ഞേച്ചാൽ മതിയല്ലോ. ഭവാനി ചേച്ചി ഈയിടെയായിട്ട് ഗോപാലൻ ചേട്ടനോടാണല്ലോ ജോലി ചെയ്യുന്നത്. എന്നാ വെറുതെ തിരക്കിയതാവും. പക്ഷെ ഗോപാലൻ ചേട്ടൻ ഓടി നടന്ന് തിരക്കുന്നത് കണ്ടപ്പോ ഏതാണ്ട് അത്യാവശ്യമുള്ളല്ലോ തോന്നി. സിനിമയ്ക്ക് പോകാനത് എന്നെ കൂടെ വിളിക്കണേ. അതാ ചാക്കോ മുതലാളി പോകുന്നു. ചെല്ലപ്പൻ ചാക്കോ മുതലാളി കൂലിക്ക് കണക്ക് പറഞ്ഞു. തന്നിനി അയാൾ നിർത്തുന്നില്ലെന്ന് പറയുന്നത് കേട്ടു. അയാൾ നിർത്തണ്ട, പക്ഷെ യൂണിയൻ ഒന്ന് കണക്ക് പറയാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. എടോ ചെല്ലപ്പാ, തന്നെ ഇനി ഞാൻ തിരക്കാൻ സ്ഥലമൊന്നുമില്ല. ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വാ പറയട്ടെ. ഇന്ന് ജോലി കഴിഞ്ഞ് കയറിയപ്പോ ശരീരത്തിനൊക്കെ ഒരു വേദന. അല്പം അടിച്ചുകളയാ. ഞാൻ വരുന്നില്ല. യൂണിയന്റെ ഒരു പ്രസ്താവന അച്ചടിക്കാൻ കൊടുത്ത് വാങ്ങിക്കാനുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. അതും പിരിച്ചെടുത്ത കാശ്, അല്ലാതെ എന്റെ കാശ്. അത് സാരമില്ലെന്നെ, കാശ് എന്റെ കയ്യിലുണ്ട്. വാ, നമുക്ക് അവിടെ ഇരുന്ന് അല്പം സംസാരിക്കുകയും ചെയ്യാം. നമസ്കാരം. ചെല്ലപ്പന്റെ ഇവിടുന്ന് ഗോപാലനുണ്ടല്ലോ, കാണാറില്ലായിരുന്നല്ലോ. വരണം വരണം. പൈസയുടെ ദിവസത്തിന് നാളെ സംസാരിക്കാം. ഇന്നിപ്പോ സംസാരിക്കാൻ സമയമില്ല, ബിസിനസ് ടൈമാണ്. എടാ, ഓരോ കുപ്പി മൂത്തത്. ഞാനൊരു പുതിയ കോൺട്രാക്ട് പിടിച്ചിട്ടുണ്ട്. അതിന്റെ അഡ്വാൻസ് ഇന്നാണ് കിട്ടിയത്. എന്നാ പിന്നെ ഒന്ന് ആഘോഷിച്ചു കളാമെന്ന് കരുതി. ഈ ചാക്കോ മുതലാളിയുമായിട്ട് എന്തായിരുന്നു വഴക്ക്? എടാ, നാക്കിൽ വെക്കാൻ പറ്റുള്ളൂ. ഞങ്ങള് ജോലി സ്ഥലത്ത് എല്ലാവരും കൂടെ കൂടി നിൽക്കുമ്പോ ഇപ്പോഴത്തെ സാധനങ്ങളുടെ വിലക്കയറ്റത്തെ പറ്റിയൊക്കെ സംസാരിക്കുകയായിരുന്നു. ഇങ്ങനെ പോയാൽ കൂലി കൂടുതൽ ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അതാരോ കൈമണിയിൽ അവിടെ ചെന്ന് പറഞ്ഞു കാണും. ആര് പറഞ്ഞാലും ഇല്ലേലും ഇങ്ങനെ പോയാൽ കൂലി കൂടുതൽ ചോദിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. യൂണിയന്റെ കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. നാളെ 10 രൂപ ആയതെങ്ങനെയാണ്? ഇവിടെ 5 കുപ്പി മൂത്തതും ചേട്ടനൊരു മൂത്തതും 2. മതി മതി, നീ കണക്കൊന്നും പറയണ്ട. എന്നാ കൊണ്ടുപോ. അളിയോ, എഴുന്നേക്ക് പോകാം. എഴുന്നേക്ക്. പേടിക്കുന്നു, ഞാൻ നടക്കുമല്ല. അളിയ എന്ന് കുറച്ച് ഓവറാ. നീ നിർബന്ധിച്ച് കുടിപ്പിച്ചല്ലേ എന്നെ. അളിയനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വിടാം. വേണ്ടടാ, പോ. തന്നെ ഈ നില വിട്ടിട്ട് ഞാൻ എങ്ങനെ പോകാനാ? വേണ്ടടാ കോല, നീ പോടാ. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വിടാവുന്നേ. കോല വേണ്ട. ഗോപാലനാണോടി എന്നെ ഇവിടെ കൊണ്ടുവിട്ടത്? അവൻ ഇവിടെയാണോ കിടന്നതെന്ന്? ആര്? ഒരു തൊഴിക്ക് നിന്റെ കച്ചവടം ഒതുക്കി കളയും ഞാൻ. കള്ളിന്റെ കെട്ട് ഇപ്പോഴും വിട്ടില്ലെന്ന് തോന്നുന്നു.
സന്ധ്യേ, നിനക്ക് എന്നോട് ഒരു സ്നേഹമില്ലാതായി. എനിക്കൊരു സ്നേഹക്കുറവുമില്ല. എന്റെ ഒരു ആശ എത്ര നാളായിട്ട് എന്നോട് പറയുന്നു. വീട്ടിൽ ഒരു സൗകര്യമില്ലാഞ്ഞിട്ടല്ലേ? എന്റെ അച്ഛൻ ഉറക്കത്തിൽ നല്ല ബോധമാണ്. എന്നാലും നീ വിചാരിച്ചാൽ നമുക്കൊന്ന് കാണാൻ പറ്റില്ലേ? പക്ഷെ വിചാരിക്കണം. ഞാനൊരു കാര്യം പറയാം. എന്നതാ? എന്റെ അച്ഛനെ വിളിച്ചോണ്ട് പോയി വയറ് നിറച്ച് കള്ളു വാങ്ങിച്ചു കൊടുക്കണം. അയ്യോ, ഞാൻ കൊച്ചുകുഞ്ഞു മൂപ്പരെ കള്ളുടിക്കാൻ വിളിച്ചാൽ സംശയിച്ചെങ്കിലോ? ഓ, അങ്ങനെയൊന്നുമില്ല. കുറച്ച് കൂടുതൽ വാങ്ങിച്ചു കൊടുത്താൽ മതി. അച്ഛൻ ബോധം കെട്ട് ഉറങ്ങിക്കൊള്ളൂ. ഞാൻ പറ്റിച്ചതുപോലെ എന്നെയും പറ്റിച്ചോ? പാതിരായ്ക്ക് എഴുതിരുന്ന് പിറുപിറുക്കുന്നുണ്ടോന്നാ? വന്ന് കേറിയ പാടെ ഞാൻ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി അല്ലയോ? 4 കാലിൽ ഇഴഞ്ഞാ വന്ന് കേറിയത്. ഓ, നല്ല പടുതിയായിരുന്നു. എന്നിട്ടെന്തോന്നാ? എന്നിട്ട് ഞങ്ങൾ വല്ലതും കഴിച്ചായിരുന്നു. ആരാണ് ഈ ഞങ്ങള്? ഞാനും ഗോപാലനും. എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. ആ വിളക്ക് കെടുത്ത് എനിക്കൊന്ന് ഉറങ്ങണം. ദിവസവും മണ്ണ് ചുമട, രാത്രിയിലൊന്നും ഉറക്കത്ത് പോലും ഇല്ലല്ലോ ഈശ്വര. ഇങ്ങനെയുണ്ടോ ഒരു തലയിലെഴുത്ത്? ഞാൻ കിടക്കാൻ പോവാ. മണ്ണെണ്ണ കിട്ടാത്ത കാലാ, പറഞ്ഞേക്കാം. നാളെ റേഷൻ വാങ്ങിക്കേണ്ട ദിവസമാണ്. നിന്റെ കയ്യിൽ ഇതുപോലതുണ്ടോ? നിങ്ങൾക്കറിയാൻ വയ്യാത്ത കാശൊന്നും എന്റെ കയ്യില്ല. ഗോപാലനോട് കുറച്ച് രൂപ വാങ്ങിക്കാത്തെന്താ? എന്നടാ ഈ ലക്കില്ലാതിരുന്ന ഒരു അനാവശ്യം പറയുന്നത്? അനാവശ്യമാണ് ഞാൻ പറഞ്ഞേ. എനിക്കെന്റെ ദേഷ്യം വരും കേട്ടോ. ഞാൻ വല്ലാതെ അങ്ങ് പറയും. നീ പറയൂടി, പറയടി. ചോണയുള്ളവളാണെങ്കിൽ ഇപ്പൊ പറയണം. പറയടി. ഇത് നാശമായി നാശമായി തോന്നിയല്ലേടി? ഞാൻ ഒരു അധികം കുടിച്ചെന്ന് വിചാരിച്ചാൽ മണ്ടനാക്കരുത്. നീ ചെയ്തത് എന്താണെന്ന് എനിക്കറിയാം. നീ എന്നെ കഴിച്ചില്ല. കണക്കായി പോയി. കഴിവില്ലാത്തമാർക്ക് അങ്ങനെയൊക്കെ വരും. മിടുക്കളെ പിന്നെ അങ്ങനെയാ. ഏതായാലും നേരം എനിക്ക് പുറത്തിറങ്ങാൻ തോന്നിയത് ഭാഗ്യം. ഇല്ലെങ്കിൽ അവനെ പെണ്ണിനെ കൊന്നു കുടിച്ച് മൂടുകയായിരുന്നു. കളി പിടിച്ച് പിശാച് പോലെ അല്ലയോ അവനിവിടെ നിന്നിരുന്നത്. അയ്യോ, ഞാൻ എന്ത് പാടുപെട്ടെന്ന് ഒന്ന് പിടിപിടിക്കാനായിട്ടും ഒരവല്ലയോ അവൻ പെണ്ണിനെ കറുകുത്തി പിടിച്ചിരുന്നത്. എനിക്കൊന്നും അറിയാമേ. എന്തെങ്കിലും കാര്യം കാണും. നീ മാത്രം നല്ലവളും അല്ല. എന്തിനാണ് കൂടെ കൂടെ അവനെ തല്ലുകൊള്ളുന്നത്? തല്ലുകൊള്ളാൻ അവനോട് നിനക്കത് നിൽക്കരുതോടി. ചെല്ലപ്പഞ്ഞേട്ടാ യൂണിയൻ നേതാവല്ലേ, ഒരു കാരണമില്ലാതെ തല്ലുകയല്ല. കുഞ്ഞുങ്ങളെ സമാധാനിപ്പിച്ച് നീ കിടന്നുറങ്ങുവല്ലേ. വരണടി, നടക്കടി. അമ്മയ്ക്ക് നൊന്തോ? ഇല്ലടാ പോലെ, എന്റെ മോൻ കിടന്നുറങ്ങിക്കോ. എന്റെ അച്ഛൻ എന്റെ നിന്റെ അച്ഛൻ കഴിവേറിപ്പോയി. അച്ഛനെ തിരക്കിനും ഈ നശൂരത്തിന് എന്നോട് ഒരു സ്നേഹമില്ല. എന്റെ മോനെ എന്നോട് സ്നേഹമുള്ളൂ. കിടന്നോ മോനെ. എടി, നീ കിടക്കണേ. കിടന്നോ അച്ഛൻ.
അച്ഛൻ വരുന്നു. വരട്ടെ. അമ്മ ഇനി അടിക്കുമോ? ഇല്ല മോനെ, മോൻ പേടിക്കണ്ട. അഴിഞ്ഞാടാൻ പോകാൻ ഒരുങ്ങായിരിക്കും. അഴിഞ്ഞാടാൻ പോവേയില്ല, മണ്ണ് ചുമക്കാൻ പോവാ. ഉർവശി വാങ്ങി എന്തില്ലെങ്കിൽ മണ്ണ് ചുമക്കാൻ നിർത്തിയില്ല അവിടെ. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നീ ജോലിക്ക് പോണ്ട. ജോലിക്ക് പോയില്ലെങ്കിൽ വൈകിട്ട് റേഷൻ വാങ്ങിക്കാൻ എങ്ങനെയാ? നിങ്ങൾ ജോലിക്ക് പോകാതെ യൂണിയനൊന്നും പാർട്ടിയൊന്നും പറഞ്ഞ് നടക്കുകയല്ലേ? നീ ജോലിക്ക് പോകണ്ടെന്നാ പറഞ്ഞത്, മനസ്സിലായോ? വാങ്ങോളെ. അച്ഛൻ കുമാരിക്ക് ദോശ വാങ്ങിക്കൊടുക്കാൻ കൊണ്ടുപോയത് അമ്മേ. ഞാനും കൂടി ചെല്ലട്ടെ അമ്മേ? വേണ്ട മോനെ, ആ മനുഷ്യൻ നിന്റെ തല്ലും. എന്താ അമ്മേ അച്ഛന് എന്നോട് ഇഷ്ടമില്ലാത്തത്? ഞാനും അച്ഛന്റെ മോനല്ല അമ്മേ. നീ അച്ഛന്റെ മോൻ തന്നെയാണ് മോനെ, അച്ഛന്റെ മോൻ തന്നെയാണ്. മോളെ, മോളെ വീട്ടിൽ തെറ്റും. അച്ഛൻ വരുന്നില്ലേ? അച്ഛൻ കുറെ താമസിച്ചു വരാം. മോളത്തേക്ക് സൂക്ഷിച്ചു പോണം കേട്ടോ. അരികൂടെ പോണം. എടാ ചെല്ലപ്പാ, എന്താന്നായിരുന്നടാ ഇന്നലെ കൊലപാതകം നടത്താൻ പോയത്? ഉള്ള കള്ളെല്ലാം കോരി പിടിച്ചുണ്ട്. നിന്നെ കണ്ട് ചോദിക്കാൻ ഞാൻ അങ്ങോട്ട് വരാനിരുന്നതാ. ഇനി ഈ ലോകത്തിൽ ചോദിക്കാനും പറയാനും ഞാനല്ലേ നിനക്കുള്ളൂ. കുഞ്ഞി ചേച്ചിക്ക് എന്നോട് ചോദിക്കാം, എന്നെ ശാസിക്കാം, ശിക്ഷിക്കാം. പക്ഷേ ഭവാനി പിഴച്ചതാ. പിഴച്ചവളാണെങ്കിൽ പിള്ളേരെ ഇങ്ങോട്ട് എടുത്ത് അവളെ ഞാൻ കളഞ്ഞേക്കണം. പക്ഷെ ഇന്നലെ അവൾ എന്തോ തെറ്റ് ചെയ്തു. വീട് അന്വേഷിച്ചില്ലായിരുന്നെങ്കിലും നിന്റെ അച്ഛൻ ഈ അടിയും പിടിയൊന്നുമില്ലായിരുന്നു. നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ചടാ ചെറുക്ക? എടാ, നിന്റെ അമ്മ എന്റെ കൊച്ചമ്മേ 10 പെറ്റു. നീ ഒരുത്തനെ ശേഷിച്ചുള്ളൂ. അവരെ വിചാരിച്ചെങ്കിലും നീ ആ പെണ്ണിനെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. ചേച്ചി പോ.